നമസ്കാരം. നാട്ടുവാർത്ത ന്യൂസിലേക്ക് സ്വാഗതം. അഭിനയം ജീവിതമാക്കിയ മഹാനടൻ തിലകൻ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 12 വർഷം തികയുന്നു. 2012 സെപ്റ്റംബർ 24 ഈ കലാകാരൻ നമ്മളെ വിട്ടുപിരിഞ്ഞത്. തിലകൻ എന്ന നടൻ അഭിനയിക്കുകയായിരുന്നില്ല, ജീവിച്ചു കാണിക്കുകയാണ് പതിവ്. കാർക്കശവും പരുഷഭാവവും കലഹവും എന്നും നിറഞ്ഞു നിന്നിരുന്ന അഭിനയത്തിൻ്റെ കുലപതി. മലയാള സിനിമയുടെ നെറുകയിൽ തിലകക്കുറി ചാർത്തിയ നടന വിസ്മയം. നായകനേക്കാൾ അപ്പുറത്തേക്ക് ഓരോ സിനിമയിലും തിലകൻ്റെ കഥാപാത്രങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു. KG ജോർജിൻ്റെ കോലങ്ങൾ എന്ന സിനിമയിലെ കള്ളുവർക്കി എന്ന കഥാപാത്രം എക്കാലത്തെയും ഹിറ്റുകളിൽ ഒന്നാണ്. കൂടാതെ യവനികയിലെ നാടക ട്രൂപ്പ് ഉടമയായും അദ്ദേഹം നിറഞ്ഞാടി. അഭിനയം ജീവൻ്റെ ഭാഗമായി കണ്ടിരുന്ന തിലകൻ നാടകത്തിലും കാണികൾക്ക് മാത്രമല്ല അണിയറ ശില്പികൾക്കും തിലകൻ ഒരു അത്ഭുതമായിരുന്നു. പലവട്ടം നാടകം ഭംഗിയായി അഭിനയിപ്പിച്ച് കാണിച്ചപ്പോൾ നടനും തിരക്കഥാകൃത്തുമായ PJ ആൻ്റണി പലപ്പോഴും അദ്ദേഹത്തെ വാരിപ്പുണർന്ന് അഭിനന്ദിച്ചിരുന്നു. അനശ്വരനായ മുരളിയും തിലകനുമായിരുന്നു പ്രൗഢഗംഭീരമായ ശബ്ദം കൊണ്ട് അഭിനയിച്ച കഥാപാത്രങ്ങൾ ഗംഭീരമാക്കിയ രണ്ട് നടന്മാർ. സംവിധായകൻ പത്മരാജൻ തിലകൻ്റെ അഭിനയ മികവ് ഏറെ തിരിച്ചറിഞ്ഞ ഒരാളാണ്. മൂന്നാം പക്കത്തിലും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലും തിലകനെ അല്ലാതെ മറ്റൊരാളെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതുപോലെ സ്ഫടികം, പവിത്രം, കിരീടം, സന്ദേശം തുടങ്ങിയ എത്രയെത്ര സിനിമകൾ. മാത്രമല്ല നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, മൂക്കില്ല രാജ്യത്ത് തുടങ്ങിയ ചിത്രങ്ങളിലെ കോമഡി ആക്ടിങ് തിലകൻ എന്ന നടനിലെ അഭിനയ അർപ്പണം നമ്മൾക്ക് തെളിയിച്ചു തന്നിരിക്കുന്നു. സംവിധായകൻ രഞ്ജിത്ത് ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്ത്യൻ റുപ്പിയിലെ അച്യുത മേനോന് തിലകനെ അല്ലാതെ മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന്. മലയാള സിനിമയിലെ അഭിനയ ചക്രവർത്തിക്ക് ഇന്ന് ഓർമ്മ ദിനത്തിൽ പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു. നാട്ടുവാർത്താ ന്യൂസിന് വേണ്ടി ചന്ദ്രൻ മുല്ലശ്ശേരി.